എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാലടി ഓമന. എൻ്റെ സ്നേഹനിധികളായ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, അത്രയ്ക്ക് എന്നെയും എൻ്റെ മഞ്ചേരിക്കുട്ടിയെയും പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്പൈ ട്രഷറിന് വേണ്ടിയിട്ട് ദീപാവലി ആശംസകൾ നേരുന്നു. ഇപ്പം ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഞങ്ങൾക്ക് ഒരുപാട് ഒത്തിരി പ്രോത്സാഹനമാണ് മഞ്ചേരിക്ക് കൊടുക്കുന്നത്. പ്രേക്ഷകരിൽ നിന്നും വീണ്ടും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒന്നും കൂടെ എൻ്റെ കൂപ്പുകൈ. ഹായ്, എല്ലാവർക്കും സ്പൈസ് ട്രഷേഴ്സിലേക്ക് സ്വാഗതം. നാളെ ദീപാവലിയാണ്, അതുകൊണ്ട് ഞാൻ ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പേര് ഗുജിയ അല്ലെങ്കിൽ കരഞ്ചി എന്നാണ്. ഇതിവിടെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ്. ഇവിടെ എല്ലാവരും അത് തയ്യാറാക്കി ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ദീപാവലി. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കരിഞ്ചിക്കായി ആദ്യം നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഇതിലേക്ക് ഓയിലാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. സാധാരണ വെജിറ്റബിൾ ഓയിലാണ്. നമ്മൾ എന്ത് സാധനം ഫ്രൈ ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിൻ്റെ മാവിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ അത് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സമോസയുടെ വീഡിയോയിൽ ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നു. അപ്പോൾ നന്നായിട്ട് എണ്ണ ഒഴിച്ച് എല്ലായിടത്തും ഈവൻലി സ്പ്രെഡ് ചെയ്തെടുക്കുക, നല്ലോണം കൈ കൊണ്ട്. ഇതിങ്ങനെ ഷേപ്പ് ഫോം ആവുന്ന കൺസിസ്റ്റൻസി ആവും. അപ്പം ഓയിൽ ചേർത്ത് കഴിഞ്ഞ് ഇതിങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതുവരെ ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 2 കപ്പ് തേങ്ങാപ്പൊടിയാണ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇത് കുറച്ച് നട്ട്സാണ്. ഞാനിവിടെ ബദാമും പിസ്തയും കാഷ്യൂ നട്ട്സുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത് എടുക്കാവുന്നതാണ്. പിന്നെ ഇത് പഞ്ചസാരയാണ്. ഇത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഞാൻ ഏലക്കയിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് മധുരം എത്ര വേണോ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി ഫില്ലിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ തേങ്ങയുടെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കളർ മാറാൻ പാടില്ല, ബ്രൗൺ കളർ ആവാൻ പാടില്ല. വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നെക്സ്റ്റ് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏലക്കയും കൂടെ ചേർത്താണ് പൊടിച്ചിരുന്നത്. ഇതും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ആഡ് ചെയ്ത ഉടനെ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരുപാട് നേരം വെക്കരുത്, കാരണം പഞ്ചസാര അലിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് നനച്ചെടുക്കണം, എന്നാലേ ഇത് അതിനകത്ത് വെക്കുമ്പോഴത്തേക്ക് നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുള്ളൂ. ഇതിപ്പോൾ ഇച്ചിരി പൗഡർ കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1-2 സ്പൂൺ പാൽ ആഡ് ചെയ്തൊന്ന് നനച്ചെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് മോയ്സ്ചർ വേണ്ട, കുറച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ നനച്ചെടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും, ഇങ്ങനെ ആയിരിക്കണം. അപ്പം നമ്മളുടെ ഫില്ലിങ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കരഞ്ചി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം നമുക്ക് കരഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുഴച്ച് വെച്ച മാവിന് ചെറിയ പോർഷൻ എടുക്കുകയാണ്. കുറച്ച് മതിയാകും. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് മാവിലൊന്ന് ഡസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചെറിയൊരു പൂരിയുടെ സൈസിൽ പരത്തിയെടുക്കാം. ഒരുപാട് വലുതായിട്ട് അല്ലെങ്കിൽ നൈസായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചെറിയൊരു പൂരിയുടെ സൈസിൽ പരത്തിയെടുക്കുക. ഇത്രയും വലുപ്പം മതിയാകും ഈ ഒരു തിക്നെസ്സിൽ. ഇനി ഇതിനകത്ത് തയ്യാറാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ടെക്നിക്കാണ് കാണിച്ചു തരുന്നത്, ഫോൾഡിങ്ങിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡായി കിട്ടും. നല്ല ടൈറ്റായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് ഫ്രൈ ചെയ്യുമ്പോൾ തുറന്നു വരും. കൈ കൊണ്ട് ഇതുപോലെ സീൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയൊരു ഡിസൈനിന് വേണ്ടിയിട്ട് ഒരു ഫോർക്ക് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എൻഡിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല സീലായിട്ട് ഇരിക്കുകയും ചെയ്യും, നല്ലൊരു ഡിസൈനും ആവും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനല്ലേ ഇത്. അപ്പോൾ ഒരു കാണാനൊരു ഭംഗിയുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. കണ്ടില്ലേ എന്ത് എളുപ്പത്തിൽ ചെയ്തെടുക്കും. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നോക്കൂ, ഞാനിവിടെ എല്ലാ കരഞ്ചിയും നന്നായി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനാണ് ഉള്ളത്. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ഒരുപാട് ചൂടാകരുത്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ടർ കവറിങ് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ഓരോ കരഞ്ചിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരഞ്ചി നല്ല ക്രിസ്പിയും ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ദീപാവലി സ്പെഷ്യൽ കരഞ്ചി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ടോട്ടൽ 30 കരഞ്ചിയാണ് തയ്യാറാക്കാൻ സാധിച്ചത്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ കമൻസിൽ അറിയിക്കാൻ മറക്കരുതേ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം ഒന്ന് തുറന്ന് കാണിച്ചു തരാം ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന്. നല്ല ക്രിസ്പിയാണ്. നമുക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കഴിച്ച് നോക്കട്ടെ.
സൂപ്പറായിട്ടുണ്ട്, സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.